നമ്മുടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക സീരീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം 2 ടെസ്റ്റ് മാച്ചുകൾ നടന്നു, അത് 1-1 ഡ്രോ ആയി. ഇപ്പോൾ 3 ODI മാച്ച് സീരീസ് ഇന്നലെയും കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അതും ഇന്ത്യ ജയിച്ചു 2-1. ഈ ODI സീരീസിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിലക് വർമ്മയായിരുന്നു. പിന്നെ അഭിഷേക് ശർമ്മയുണ്ട്, നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്. അങ്ങനെ നല്ലൊരു മികച്ച ടീമാണ് ഇന്ത്യ കളിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ താരങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നവംബർ ലാസ്റ്റിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ODI സീരീസ് വരുന്നു. അതിനകത്തേക്ക് ആക്ച്വലി ചില താരങ്ങൾക്ക് വിശ്രമം കൊടുക്കും. പിന്നെ ശ്രേയസ് അയ്യരെ പോലത്തെ ഉള്ള ആളുകളില്ല. അതുകൊണ്ട് തന്നെ തിലക് വർമ്മേനെ ആയാലും അഭിഷേക് ശർമ്മേനെയൊക്കെ ആയാലും ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സീരീസിൽ തിളങ്ങി മാൻ ഓഫ് ദ സീരീസ് ആയത് ഋതുരാജ് ഗെയ്ക്വാദാണ്. ഗെയ്ക്വാദിൻ്റെ ഡീറ്റെയിൽസ് ഈ സീരീസിൽ പറയുകയാണെങ്കിൽ 3 മത്സരങ്ങളിൽ നിന്ന് 210 റൺസാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ആവറേജ് 105, സ്ട്രൈക്ക് റേറ്റ് 86.77, ഒരു സെഞ്ചുറിയും ഒരു 50യും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ കാര്യം നമുക്കറിയാലോ. നിലവിലെ ഇന്ത്യയുടെ ഒരു ഫോർമാറ്റിലും അദ്ദേഹം പരിഗണിക്കപ്പെടുന്നില്ല അല്ലേ. ടെസ്റ്റിലും ഇല്ല, ODIയിലും ഇല്ല, T20യിലും ഇല്ല, ഒന്നിലും ഇല്ല. പ്രത്യേകിച്ച് T20യിലും ODIയിലൊക്കെ പുള്ളി കഴിവ് തെളിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ സെലക്ഷൻ കമ്മിറ്റീൻ്റെ കാര്യം അറിയാലോ. അപ്പോൾ ഈ ഒരു സീരീസ് അവരുടെ കണ്ണ് തുറപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യറിന് പരിക്ക് പറ്റിയ സ്ഥിതിക്ക് എന്തുകൊണ്ടും ഋതുരാജ് ഗെയ്ക്വാദ് അവിടെ യോഗ്യനല്ലേ എന്ന് ആര് ചോദിച്ചു പോകും. അങ്ങനെ ചോദിക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഋതുരാജ് ഗെയ്ക്വാദിനോടൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അഭിഷേക് ശർമ്മയും തിലക് വർമ്മയുടെയും ഈ സീരീസിലെ കണക്കുകൾ നോക്കുമ്പോഴാണ്. അഭിഷേക് ശർമ്മയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 3 മത്സരങ്ങളിൽ നിന്ന് വെറും 74 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത്. 24 ആവറേജും, സ്ട്രൈക്ക് റേറ്റ് പിന്നെ പുള്ളിക്ക് എപ്പോഴും ഹൈ ആയിരിക്കുമല്ലോ. അത് അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവിനെ പോലെ ODIയിൽ അത്ര സെറ്റപ്പ് അല്ല എന്ന് കാണിക്കുന്ന കണക്കാണ് അല്ലേ. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഏർലി സ്റ്റേജിൽ പറയാൻ പറ്റും. എനിക്ക് മാറി വരാനുള്ള ഒരുപാട് അവസരം പുള്ളിക്കുണ്ടല്ലോ. തിലക് വർമ്മയുടെ കാര്യം നോക്കുകയാണെങ്കിലും തിലക് വർമ്മ എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്ത്യയുടെ ഒരു ഭാവി താരമായിട്ട് കാണുന്ന ഒരാളാണ്. ശരിക്കും വിരാട് കോഹ്ലിയൊക്കെ റിട്ടയർഡ് ആയാൽ നമ്പർ 3 ODIയിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ ആക്കാനായിട്ട് ഇന്ത്യ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പുള്ളി വൻ പരാജയമായിരുന്നു. പുള്ളി ഈ 3 കളിയിൽ നിന്ന് 79 റൺസാണ് നേടിയത്. 24.39 ശരാശരി. സ്ട്രൈക്ക് റേറ്റ് ആണ് 55. അപ്പോൾ ഈ 3 പേരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദിന് ഈ നവംബർ 30 തുടങ്ങുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക സീരീസിൽ ഒരു അവസരം കൊടുക്കണ്ടേ? വേണ്ടേ? വേണമെന്നാണ് എൻ്റെ അഭിപ്രായം.